മാലദ്വീപിന് കൈത്താങ്ങുമായി ഇന്ത്യ. 110 ദശലക്ഷം ഡോളറിന്റെ ജലശുചീകരണ പദ്ധതി മാലദ്വീപിന് സമർപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 28 ദ്വീപുകളിലായി വ്യാപിച്ചിട്ടുള്ള പദ്ധതിക്ക് ധനസഹായം നൽകിയത് ഇന്ത്യയാണ്. ദ്വീപ് രാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രസിഡന്റ് മുഹമ്മദ് മുയിസു നന്ദി അറിയിച്ചു. പദ്ധതി പ്രകാരം 32 ദ്വീപുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനും 17 ദ്വീപുകളിൽ മലിനജല സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഹർ ഘർ ജൽ, സ്വച്ഛ് ഭാരത് എന്നിവയുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഇന്ത്യ ജാഗരൂകരാണെന്നും സമുദ്രനിരപ്പ് ഉയരുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. മാലദ്വീപ് ദ്വീപ് രാഷ്ട്രമായതിനാൽ തന്നെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ശുദ്ധജല സ്രോതസ്സുകളുടെ അഭാവവും ജലദൗർബല്യവും രാജ്യം നേരിടുന്ന പ്രതിസന്ധിയായിരുന്നുവെന്നും ഇന്ത്യയുടെ ഇടപെടലോടെ അത് മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാലദ്വീപ് ജനതയുടെയും സർക്കാരിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള വികസന പങ്കാളിത്തം രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും എസ് ജയശങ്കർ ഉദ്ഘാടനത്തിന് പിന്നാലെ പറഞ്ഞു. ഗ്രാന്റുകൾ, വായ്പകൾ, ശേഷി വർദ്ധിപ്പിക്കൽ, പരിശീലന സഹായം എന്നിവയുടെ മിശ്രിതമാണ് മാലദ്വീപിനായുള്ള സഹായം. ഇനിയുമേറെ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ത്രിദിന സന്ദർശനത്തിന് മാലദ്വീപിലെത്തിയ ജയശങ്കർ ഇന്ന് തിരികെ ഇന്ത്യയിലെത്തും. ജൂൺ 9 നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പങ്കെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയശങ്കർ മാലദ്വീപ് സന്ദർശിച്ചത്. ഈ സന്ദർശനം വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യയുടെ അയൽരാജ്യമാണ് മാലദ്വീപ്. ഭക്ഷ്യവസ്തുക്കൾക്കും മരുന്നുകൾക്കും മാലദ്വീപ് ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. എന്നാൽ കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചുകൊണ്ട് മാലദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരുന്നു. മാലദ്വീപിനെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ അന്ന് കൈക്കൊണ്ടത്. അവശ്യ വസ്തുക്കളുടെ കയറ്റുമതി നിർത്തരുതെന്ന് മാലദ്വീപ് അപേക്ഷിച്ചതോടെ ഇന്ത്യ അത് തുടരുകയും ചെയ്തിരുന്നു. തർക്കങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും മാലദ്വീപ് സജീവമാക്കിയിരുന്നു. ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയതോടെയായിരുന്നു മാലദ്വീപ് മന്ത്രിമാർ വിമർശനവുമായി എത്തിയത്. ഇന്ത്യയുമായുള്ള പ്രശ്നം മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയടക്കം തിരിച്ചടിയായിരുന്നു. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദ്വീപ് രാഷ്ട്രത്തിലെ GDPയുടെ 28% ടൂറിസമാണ്. വിദേശ നാണ്യത്തിന്റെ 60% ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷം മാലദ്വീപും ഇന്ത്യയും തമ്മിൽ $500 മില്യൺ വ്യാപാരമാണ് നടന്നത്. ഈ വർഷവും തുടർച്ചയായി വ്യാപാരം വർദ്ധിച്ചു വരികയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാലദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു. ഈ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനു പുറമെ മാലദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യ വൻതോതിൽ പണവും നിക്ഷേപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.